നല്ല വെയിറ്റ് ഉണ്ട്. വേറൊരു സർപ്രൈസ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. വിയാലോന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. 1 വീക്കായി 6 days ആയെന്ന് എനിക്ക് അറിയാൻ വീഡിയോ ഇട്ടിട്ട്. കാരണം ഓട്ടമായിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ പുതിയൊരു തിരക്കൂടെ വന്നേക്കുവാണ്, പുതിയ വീട്. അപ്പൊ അതിന്റെ പിന്നാലെയും പോകണം നമുക്ക്. അപ്പൊ അതിന്റെ ഓട്ടം, അതിന്റെ പേപ്പർ വർക്ക്, കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പിന്നാമ്പറം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന്റെ തിരക്കൂടെ കാരണമാണ് വീഡിയോ കറക്റ്റ് സമയത്ത് ഇടാൻ പറ്റാത്ത. എങ്കിലും ആഴ്ചയിൽ ഒരു വീഡിയോയിലും വെച്ചിടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഓടി വന്നേക്കുന്നത്. കുഞ്ചൂസിന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഒന്ന് കറങ്ങി കാണിച്ചേ. മറ്റേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞൊരു ഇതില്ലായിരുന്നു, ഒരു ബ്ലൂ ജംപ് സ്യൂട്ട്. ഓക്കെ, ഈ ജംപ് സ്യൂട്ട് അടിപൊളിയാണോ? നേരിട്ട് ചേരുന്നുണ്ടോ നന്നായിട്ട്? പിന്നെ നമുക്ക് പിന്നെ ഒരു 5-6 വർഷം മുമ്പുള്ള ഈ മഞ്ഞുപരിനാണല്ലോ ഇപ്പോഴും ഉള്ളത്. ഞാൻ പറയട്ടെ എനിക്ക് കുറെ ഡ്രസ്സുകൾ എടുത്തു തന്നു ഡൽഹി പോകാന്ന്. എനിക്ക് ദൈവമേ, എനിക്ക് എക്സാമിന് എഴുതാൻ പോകുമ്പോ ഓരോ ദിവസം ഓരോ ഡ്രസ്സ്. ഞാൻ വലിയ സെറ്റപ്പൊക്കെ ആയിട്ടാ പോയെ. ഇവിടെ തിരിച്ചുകൊണ്ട് എന്റെ ഡ്രസ്സ് എല്ലാം പൂട്ടി കെട്ടി വെച്ചു. ഒന്നും പോലും ഇല്ല. എനിക്ക് പിന്നെയും പഴയ ഡ്രസ്സുകൾ മാത്രം. അവർക്ക് പുതിയ വീടാ, ഞാൻ പഴയ ഡ്രസ് ഇടാൻ തരത്തില്ല. എല്ലാം മേടിച്ചിട്ട് പക്ഷെ ഇടാൻ തരത്തില്ലെങ്കിൽ പിന്നെ വലിയ കാര്യമുണ്ടോ? ഞാൻ പിന്നെ മെലിഞ്ഞു പോവാ. അപ്പൊ പിന്നെ എനിക്കത് ഇടാൻ പറ്റുമോ? ഒരു കാര്യം ഉണ്ടായില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ മാനസിക വിഭ്രാന്തികളുണ്ട്. ലിവിനുണ്ടല്ലോ, ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണ്. അപ്പൊ പറയാം എനിക്കൊന്നും ഇല്ല ഇടാൻ വേണ്ടിട്ട്. അപ്പൊ എന്താ ഇതെല്ലാം ഇതാക്കി കളഞ്ഞു. അതെ. പിന്നെ അവസാനം പിന്നെ മേടിക്കേണ്ടി വരും. ഒന്ന് മാറ്റി. അപ്പം നമ്മുടെ വീട് പണി ബാക്കി വിശേഷങ്ങൾ എന്തായി എന്ന് പറയാം. പ്രധാനപ്പെട്ട, അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം, ഇങ്ങനെ വാടക ഇങ്ങനെ മാറി നടന്നപ്പം ആഗ്രഹിച്ച ഒരു വലിയൊരു കാര്യം ഞങ്ങള് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് ഇന്നത്തെ വീഡിയോയ്ക്ക് അത് കാണാം. അത് ബാക്കി വിശേഷങ്ങൾ, വീടിന്റെ ബാക്കി പണികളും എല്ലാം കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനിപ്പുറം അങ്ങനെ പോയാൽ മാത്രം ശരിയാത്തില്ല. കാരണം കുഞ്ചൂസ് കുറേ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ലോഡ് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ട്. കുറേ ബോക്സുകൾ. ഇവിടുത്തെ സ്റ്റെപ്പിന് മേളിലത്തെ ഒരു സ്റ്റെപ്പിൽ ഞാൻ മേടിച്ചു വെച്ചപ്പോൾ ഞാൻ ഓർത്തു ആശ്വാസം. പിറ്റേ ദിവസം അത് 2ആയി 3ആയി. ആ സ്റ്റെപ്പ്, മേളത്തെ സ്റ്റെപ്പ് തൊട്ട് അങ്ങ് താഴത്തെ സ്റ്റെപ്പ് വരെ ഇപ്പോൾ നിറയാറായിട്ടുണ്ട് സാധനങ്ങള്. വീടിന്റെ എഴുത്തിനൊക്കെ മുന്നേ തൊട്ട് ഞാനിങ്ങനെ ഓരോ ചെറിയ പൈസ വെച്ചിട്ട് ഇങ്ങനെ കൊട്ട് വരുന്ന അനുസരിച്ച് അങ്ങനെ മേടിച്ചത്. നമുക്ക് ഒറ്റയടിക്ക് പോയി ഒരു ദിവസം പോയി ഇത് ചെയ്യാണ്ട് പറ്റത്തില്ലല്ലോ. അത് നമുക്കിപ്പോ ഇതിനോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ചില സമയത്ത് ഒരു അക്കൗണ്ട് ഇല്ലാത്ത സാഹചര്യങ്ങളിലോട്ട് വരുന്നു. ഓക്കെ, അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ അതിനിപ്പുറമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നമ്മൾ ഉണ്ടാക്കും, പിന്നെയും കുറച്ച് സാധനം മേടിക്കും. അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ഇന്നും ഞാനും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുമ്പോൾ കാണിക്കാം. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് പയ്യെ ഇപ്പൊ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങ് മേടിച്ചു പോകും. കാരണം പിന്നെ നമുക്ക് നടക്കത്തില്ല. ഞാൻ മേടിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കാണിച്ചു. ആ ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാന്ന് ഇവിടെ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ആകെ അത്രയും ഒന്നും ബോക്സ് ഒരു 3 ബോക്സും കൂടെ ഞാൻ പൊട്ടിച്ചു നോക്കില്ല. കാരണം എനിക്ക് വന്നെല്ലാം ഉണ്ടോന്നൊന്ന് അഷ്യൂർ ചെയ്യാൻ വേണ്ടിട്ടൊന്ന് പൊട്ടിച്ചു നോക്കിയല്ലാതെ. അപ്പൊ നമുക്ക് 2 ബോക്സ് പൊട്ടിക്കാം അല്ലേ? 2 ബോക്സ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ വീഡിയോ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ അൺബോക്സ് ചെയ്യാം കേട്ടോ. കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഓക്കെ, കാണിക്കാവേ. ആ മേള് തൊട്ട് താഴെ വരെ ഇരിക്കുന്ന മൊത്തം പുതിയ സാധനങ്ങളാണ് വീട്ടിലോട്ടുള്ളത്. ഓക്കെ, എടുത്തോ, 2 എടുത്തോ. ഇതോ? ആ ഓക്കെ, അത് താഴത്തേത് വേണം. ഇത് 2 എടുത്തോ. വലിയ 2 എടുക്ക്. വലുത് 2ഓ? അതിനകത്ത് ഒരു സാധനം ഞാൻ പറഞ്ഞില്ല, പൊട്ടിച്ചതാണെന്ന് തോന്നുന്നു. അത് ഞാൻ പൊട്ടിച്ചത്. 2 എണ്ണത്തിന് ഞങ്ങള് നൈസായിട്ട് മൈൻഡ് ചെയ്യാതെ ഇരിക്കുവാണേ. എന്നാന്ന് വെച്ചാലേ പ്രശ്ന ഒരാള് നമ്മളെ എടുത്തുകൊണ്ട് മാറുന്നില്ലേ ഷിറ്റുവേ. 2 വെളുമാരെ നമ്മൾ അപ്പുറത്തോട്ട് മാറ്റി. കാരണം എന്തോ അതിനാന്ന് എനിക്ക് അറിയത്തില്ല. വെളുമാര് ഇപ്പൊ ഇത്തിരി ഇങ്ങനെ ചാടി നിൽക്കുന്ന ടൈമാണേ. ആവിയും പിന്നെ മുട്ടിപ്പിടിച്ചാൽ കിട്ടത്തില്ല. ചാടി എനർജി തീർന്നാലേ ഓക്കെ ആകത്തുള്ളൂ. അപ്പൊ ഇവിടെ വന്നാലും ഇങ്ങനെ ഇച്ചിരി നേരം ഇങ്ങനെ എന്തേലും ആണെങ്കിൽ പൊട്ടുന്ന വല്ലതും ആണെങ്കിലും അത്
ഇതാവുകൊണ്ട് ഞാൻ കാണുമ്പോ ഇങ്ങനെ ഭയങ്കര ഒന്ന് രണ്ടുപേരെ അങ്ങോട്ട് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന് കൊട്ടും. കുറച്ചു നേരം നമ്മളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് ഉറങ്ങിക്കോളും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേണം എപ്പോഴും. ഓക്കെ, ഒന്ന് വലിയ ബോക്സും ഞാൻ ആ ഫ്രണ്ട് ക്യാമ് വെച്ച് അവിടെ ഇരുന്ന് എടുക്കാന്ന് വെച്ചിട്ട് ആ ചെറിയ ബോക്സ് എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് ഇത് നീ വെച്ച് ഞാൻ വെക്കാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്റെ വലിയ ബോക്സ് എന്താണെന്നറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് കേട്ടോ. കാരണം അവിടെ എന്തൊക്കെയാ മേടിച്ച് കൂട്ടിയെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതാണ്. ഡെക്കോർ അല്ല എന്തായാലും. അല്ല, ഡെക്കോർ എന്തായാലും ഞാൻ മേടിക്കില്ല. ഡെക്കോർ ഇപ്പൊ കുറെ മേടിച്ചു അല്ലേ നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ. ഡെക്കോർ ഐറ്റംസ് എല്ലാം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ, ഇപ്പൊ അവന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്റെയും കൂടെ ഇഷ്ടം നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും പറ്റുന്ന സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്ക് ഞാൻ ഡെക്കോഴ്സ് മേടിച്ചിട്ടില്ല. ചെറിയ സാധനങ്ങൾ. അപ്പൊ നമുക്ക് ഈ 2 ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വീടിന്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അൺബോക്സ് ചെയ്തോ. ഇങ്ങനെ പൊട്ടിക്കാൻ ഇത് ഇങ്ങനെ പാക്കിങ് വരത്തുള്ളൂ, ജസ്റ്റ് ഇതിന് കണ്ടോണം. ഓ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വേറെ ബോക്സ് ആണെന്ന് തോന്നുന്നു. ഈ ബോക്സ് ഒന്നും കളയല്ലേ, കാരണം നമുക്ക് മറ്റേ ടിക്കറ്റ് അയക്കാം. ചെറിയ ബോക്സ്, സിഗരറ്റിന്റെ ബോക്സ് ഈ വലുപ്പത്തിൽ കിട്ടത്തുള്ളൂ. ഇത്ര ചെറിയ സാധനം എല്ലാം ഇങ്ങനെ വരുള്ളൂ. ആണോ? ആദ്യത്തെ ഒരു സാധനം എടുക്കട്ടെ. അതെന്താ കാണിച്ചു തരൂല്ലോ, തുറന്നു കഴിഞ്ഞു കാണിക്കുള്ളൂ. തുറക്കട്ടെ. പാത്രമൊക്കെയാണോ? എനിക്കിപ്പോ ഇങ്ങനത്തെ സാധനത്തിൽ തുടങ്ങി. എനിക്ക് നല്ല സാധനം വേണം. കുക്ക് ചെയ്യുമ്പോ പോവാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ നല്ല വെയിറ്റ് വരുന്നത്. നല്ല വെയിറ്റ് ആണോ ഇതിന്? നീ ഇത്രയും ചെറിയ സാധനത്തിന് പിടിച്ചു. നല്ല വെയിറ്റ് ആണല്ലോ, ഹെവി സാധനമാണല്ലോ. അതാ പറഞ്ഞേ. ഇത് നമുക്ക് ഒരാൾക്ക് മനസ്സിലായോ, ഒരു മുട്ട ഒന്ന് പെട്ടെന്ന് ഇത് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മീനോ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കറി പെട്ടെന്ന് ചൂടാക്കണമെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കോട്ടിംഗ് അല്ലല്ലേ? ഇൻഡക്ഷനിൽ ഉൾപ്പെടെ യൂസ് ചെയ്യുന്നത്. ഇൻഡക്ഷനിലും ഗ്യാസിലും ഉണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്ന എല്ലാം അങ്ങനെ. നമുക്ക് മറ്റേ ഇൻഡക്ഷനിലല്ലേ എല്ലാം വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് വെക്കണ്ടേ? അതേ പറ്റുള്ളൂ. നമുക്ക് ഗ്യാസും കുറയ്ക്കണം. പിന്നെ പോയി എടുക്കലും പാടാ. അവിടെ ഇപ്പൊ വരും. ഇതാണ് ഫസ്റ്റ് ആണ്. അപ്പൊ ഇത് 2 വഴി തുറന്നപ്പോ കിട്ടിയത്. ഇത് വരുന്ന ആരും പാത്രം മേടിച്ചോണ്ട് വരല്ലേ. വേറെന്താണല്ലോ ഞാൻ സ്വീകരിക്കുന്നത്. കാരണം ഞങ്ങൾ പാത്രങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പാത്രങ്ങൾ മേടിക്കുന്നുണ്ട്. വേറെ എവിടെ പാത്രം വെക്കാൻ സ്ഥലമില്ല. ഓൾറെഡി ഇവിടെ ഉള്ള പാത്രങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് കുമാരിയമ്മ ചിറ്റാമ്മ ഞങ്ങളായിട്ട് ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പഴയ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഇപ്പൊ ബിരിയാണി മേടിച്ചിട്ട് വരും ആമിക്ക്. ആ പ്ലാസ്റ്റിക് പാട്ട വരെ ഇവിടെ സൂക്ഷിച്ച് ചിറ്റാമ്മ അമ്മയോട് വെക്കും. ചിറ്റാമ്മ എല്ലാ വീട്ടിലും അങ്ങനെ ഉണ്ട്. ഒന്നും വേസ്റ്റ് ആകില്ല, എന്നേലും ഉപകാരപ്പെടും. ശരിയാണ്, നമുക്ക് ചില സാധനങ്ങള് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഇത്. പക്ഷെ അത് ശരിയാണ്. പക്ഷെ അതിന് വേറൊരു വശങ്ങളുണ്ട്. അതിനെ ഓവറായിട്ട് വെക്കുമ്പോഴാണ് അത് വീടിന് ഭയങ്കര അലങ്കോലമാക്കുന്നത്. ഇപ്പൊ 4-5 എണ്ണം പ്ലാസ്റ്റിക് പാത്രം വെച്ചോട്ടെ, എന്തെങ്കിലും ഒരു മീനോ പെട്ടെന്ന് എന്തെങ്കിലും വെക്കണേ വെച്ചോട്ടെ. അത് 10-20-9 ആകുമ്പോ ഒന്ന് ആലോചിക്കും. ഞാൻ അടുക്കള ഇപ്പൊ കണ്ടല്ലോ, ഒരു വർഷം കണ്ടല്ലോ, മൊത്തം കഴിഞ്ഞ ദിവസം ഒറ്റ ഇരിപ്പിന് ഇരുന്ന് മൊത്തം ഞാൻ തീർത്തു. 1 മണിക്കൂർ മൊത്തം തീർത്തു. ചേച്ചി ഇവിടെ എന്താ വലിയ പൊട്ടീരാ വരുന്നത്. എല്ലാം സ്റ്റീൽ ഉൾപ്പെടെയാണെങ്കിൽ എന്ത് സാധനമാണെങ്കിലും അവരെ ബബിൾ റാപ്പ് ചെയ്ത്. ഞാൻ വേണില്ലേ ബോക്സ് പൊട്ടിച്ചതിൽ ഒരു ബോക്സ് അത് പൊട്ടി, അത് ബബിൾ റാപ്പ് ചെയ്ത് വന്ന ഒരു സെക്യൂർ ആയിട്ടല്ല. ഇത് സ്റ്റീലാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് ഇങ്ങനെ പൊട്ടിക്കണ്ടായിരുന്നല്ലേ. കേട്ടോടാ, എന്തോ ഗ്ലാസ് ചിന്നിയോല്ലോ വെച്ചോ. കിലുന്നല്ലേ കേട്ടെ. പോയി അത് പോയി കേട്ടോടെ. എനിക്ക് അങ്ങനെ എന്തോ ഒരു ചിലുന്ന ഒച്ച കേട്ട പോലെ തോന്നി. ചിലുങ്ങുന്നൊക്കെ കാണും, ഉറപ്പുള്ളതായിരിക്കും. പോയത് വല്ലതും ഉണ്ടാവോ മേടിച്ചതിനകത്ത്? ഇല്ലല്ലോ അല്ലേ? ഇല്ല, അത്രയും ഇതായിട്ട് അവരയക്കാം. നമ്മുടെ കയ്യിൽ നിന്നൊന്നും വരാണ് ഇതുവരെ. ഇവള് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവള് മേടിച്ചല്ലാതെ ഇവള് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫോക്കസ് ആവുന്നില്ല. ഇതെന്തോ
ഇതാ എന്തോടി സാധനം? ഓ അതിന്റെ അടപ്പാണ്. ഇത് ഫോക്കസ് അല്ല കാണിച്ച്. ഓ ഹോ ഹോ. കേട്ടോ ഇത് താഴെ വീണ പൊട്ടുന്നാണോ? താഴെ ഇട്ട് പൊട്ടിക്കും. അല്ല ഇത് ലൈറ്റ് വെയിറ്റ് സാധനം അല്ലേ? ഇത് എന്തിടാനാടി ഇത്? എന്ത് സാധനം അല്ലെങ്കിൽ നമ്മളീ അങ്ങനത്തെ മാക്രോണി ഒക്കെ പോലത്തെ അല്ലെങ്കിൽ പരിപ്പ് അങ്ങനത്തെ സാധനം എന്താണെങ്കിലും ഇടാം. നമുക്ക് ഇഷ്ടം. ഇപ്പം ബിസ്ക്കറ്റ്സ് ഒക്കെ ആണെങ്കിലും ഇടാം. ഇതിനകത്ത് കയറി തിരിച്ചെടുക്കാൻ പറ്റുന്ന എന്ത് സാധനം ഒന്നല്ല. അപ്പൊ അത് രണ്ടും അതും ഇത് സെയിം തന്നെ കേട്ടോ. ഇതും ആ സെയിം തന്നെയാണ്. 2 പീസായിട്ട് വരുന്നത്. അത് രണ്ടും എനിക്ക് ഞാനും വിചാരിച്ചു ചിലപ്പോ അതായിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പെട്ടെന്ന് പൊട്ടിക്കാതെ. വേറെ റേറ്റ് ഉണ്ട്. ഇപ്പൊ രാത്രി 11:15 കേട്ടോ. ഇത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്പൂണ്, 3 സൈസ് സ്പൂണ്. നമ്മള് കടയിൽ പോയി മേടിക്കാൻ നിൽക്കും. 304 ആണോ? 304 ആയിരിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീല് നല്ല ഗ്രേഡ് വരുന്നതാ. 304 ഗ്രേഡ് ആയിരിക്കും. സപ്പോസ് ഇപ്പൊ എല്ലാം 304 അല്ലടാ, 202 ഗ്രേഡ് ആടാ. 202. ഓ തുരുമ്പെടുക്കും. ഇത് നാരങ്ങ വീഴുന്നല്ല. അത് ഞാൻ മേടിച്ചിട്ടുണ്ടോ മോനെ? നല്ലതന്നെ മേടിച്ചിട്ടുണ്ട്. ഇത് ഇട്ടിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് മറ്റേ ചോപ്പ് ചെയ്ത് വരും. മറ്റേ ഇതായിട്ട് ക്രഷ് ചെയ്ത് വരും. ഇതൊന്നും വലിയ പൈസ ആയതല്ല കേട്ടോ. പക്ഷെ നല്ല അത്രയും ഇത് വരുന്നുണ്ടോ? ഞാനിതൊന്നും കണ്ടിട്ട് പോലും ഇല്ലല്ലോ. എന്നൊക്കെ അറിയാം. ഫോക്കസ് ആവാത്തത് ഇതിലാണ് എടുക്കുന്നേ. മറ്റേ അല്ല കണ്ട നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഗ്ലാസ് വെയർ ആണല്ലോ. എല്ലാം ഗ്ലാസ് ആണോ? നമ്മൾ എടുക്കുന്ന എങ്ങോട്ടെല്ലാം മാറ്റി വെക്കണേ. പൊട്ടിക്കുന്നതല്ലേ? ഞാൻ താഴേക്ക് ഇറക്കാം. എങ്ങനെ? അല്ല അത് വെച്ചാ ഇപ്പൊ വെച്ചതിന്റെ ഇത് അടിയിലേക്ക് വെച്ചിട്ട് മേളിലേക്ക് അടുത്തത് വെക്കാം. അപ്പൊ അങ്ങനെ വെച്ചാൽ മിക്സ് ആയി പോകത്തില്ല. ഇല്ല, എനിക്ക് ജസ്റ്റ് മാറ്റായിരുന്നാ മതി. എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാം. ഭയങ്കര പാക്കിങ് ആട്ടോ. ഒന്ന് കൈ വെക്കടാ. എവിടെ? മുഖത്താണോ കൈ വെക്കണ്ടേ? ഞാനെന്നത് പിന്നെ ഇത് ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യേ. എന്താ വെച്ചുണ്ടല്ലോടാ. പിന്നെ ഇത് അത് അങ്ങോട്ട് എടുക്ക്. വേണ്ട, അത് ഇതിനകത്തൂടെ നേരെ അങ്ങ് വെച്ചാ മതി. അങ്ങനല്ലോടാ. അപ്പോസ് നമ്മൾ കൊണ്ടുപോകുമ്പോ കാറയല്ലേ കൊണ്ടുവന്നത്? പൊട്ടുന്നൊക്കെ നമ്മള് കാറായി ഗ്ലാസ് ഉള്ളതല്ലേ. ഞാൻ ഓർത്തു ലോകത്തിലെ ഏറ്റവും വലിയ പാക്കിംഗ് മാൻ ഞാനാണ്. ഇതിപ്പോ നമ്മളെക്കാളും വലിയ പാക്കിംഗ് മാൻസ് ഇത്ര ഇത് പിടിച്ചിട്ട് ഇതെങ്ങാനും പൊട്ടുന്ന സാധനമാണ്. ഇല്ല, ഒന്നുകൂടെ ചുറ്റയച്ചാ പോരെ നിനക്ക്. ഇത്തിരി കലോറി ബേൺ ആവട്ടെ ഇവളുടെ. അതാണ് ഇവർക്ക് വെയിറ്റ് കൂടുതൽ. 5 നേരം ചോറാ. അതാ കലോറി ബേണാണ്. കലോറി ക്ഷീണ. ഞാൻ ഇത്തിരി വണ്ണം നടക്കണോ? ഇറക്കട്ടെ. എന്തൊക്കെയോ സാധനങ്ങളാ. സെയിം തന്നെ. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. നല്ല. ഇതെന്ത് ഇതിനെന്ത് പറയുന്നത്? ഫ്ലൂട്ടി ഗ്ലാസ്. എന്താ? ഫ്ലൂട്ടഡ് ഗ്ലാസ്. കൊള്ളാം. എയർടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസിന്റെ കണ്ടെയ്നേഴ്സ്. ഇനി ഇതിലായിരിക്കും നമ്മുടെ സാധനങ്ങളെല്ലാം. എന്ത് വേണം അതിനകത്ത്? എന്ത് വേണേലും ഇവിടെ. ഉപ്പിടാനൊക്കെ വേറെ സൗകര്യമുണ്ട്. ഇത് പരിപ്പും അങ്ങനത്തെ സാധനങ്ങള്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ എന്ത് വേണേലും ഇടാം. അല്ലെങ്കിൽ അല്ലാത്ത സാധനങ്ങൾ സെയിം 4 പീസ് കണ്ടോ? 4. നിങ്ങളോട് കൊള്ളാന്ന് പറ. അപ്പൊ അവർക്ക് ഒരു എൻഗേജ്മെന്റ് ആകും കേട്ടോ. നിങ്ങൾ പറയണം. അപ്പോസ് ഇതുപോലത്തെ സാധനമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാതെ മേടിച്ചെന്ന് അറിയാം.
വേണ്ട നമുക്കത് പോയി കടയിൽ പോയി നോക്കിയെടുക്കാം. കടയിൽ വരുവോ? ഇല്ല. വെറുതെ പറയുന്നത്, വെറുതെ രസം. ലാസ്റ്റ് സമയമ്പളേ പറയും പോയി മേടിക്കാം കേട്ടോ നമുക്ക്. എവിടുന്ന്? ഓ കുഴപ്പമില്ല മിസ്. അടുത്തൊന്നുമില്ല. കടയിൽ ഒരു ബ്ലേഡ് എടുത്തോണ്ടോ? മറ്റേ കത്തി മതിയായിരുന്നു. ഞങ്ങളോടെല്ലാം കത്തി വെച്ച് തുറക്കും. ഇന്ന് നിനക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ വന്നിട്ടില്ല? അതായത് അതാ മേളിയായിരുന്നേ. ഓ ഇത് ഫ്ലിപ്കാർട്ടാണ് കേട്ടോ. അടുത്തത് ഇപ്പൊ കണ്ടതന്നെ അല്ല. ഇതൊക്കെ ഫ്ലിപ്കാർട്ട് അല്ലേ? ഇത് ടീ ഉണ്ട്, പിന്നെ ഷുഗർ ഉണ്ട്. താഴെ വീണാ പൊട്ടുവോ? ഇല്ല, സ്റ്റീൽ അല്ലേ അത്? ആണോ? സ്റ്റീല്. കൂട്ടി കാണിക്കുന്ന സ്പൂണൊക്കെ ഉണ്ടല്ലോ. ഗോൾഡൻ സ്പൂണ്. അത് വലിയ ക്വാളിറ്റി ഉള്ളതായിരിക്കത്തില്ല. അത് സെയിം തന്നെ. ഇത് ഷുഗർ, ഞാൻ രണ്ടാമതെടുത്ത ഷുഗർ. ഇത് ടീ. ഇത് ടീ ആയിരുന്നോ? 2 ടീയോ? അത് 2 ടീ. കോഫി ടീ ആയിരുന്നോടാ തന്നത്? 2 ടീ ആയി പോയി. 2 ടീ എങ്ങനെ വന്നു? 2 ടീ ആയിരിക്കും അല്ലേ? 2 ടീ. 2 നമ്മളെ അത് മനസ്സിലായിട്ടാ. നമ്മൾ 1 കിലോ ആയിട്ടില്ല, 1/2 കിലോ അങ്ങ് ഇട്ടാ മതി. മനസ്സിലായി കാണുമായിരിക്കും. തിരിച്ച് ഓക്കെ. ഇന്ന് ഇത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനിയുണ്ട് കേട്ടോ, ഒത്തിരി സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ പൊട്ടിച്ച് കാണാത്തതും നേരത്തെയൊക്കെ ഒത്തിരി നാള് മുന്നൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടൊക്കെ എനിക്ക് തന്നെ കുറെ ഐഡിയ ഇല്ല. മേടിച്ച സാധനം പിന്നെയും മേടിക്കാനൊന്നും പോയിട്ടില്ല, ഇത് ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ ഒരു ഇതിൽ തന്നെ പല ക്വാളിറ്റി നല്ലതാന്ന് കണ്ടപ്പോ പിന്നെ നല്ല സാധനം മേടിച്ചു. അടിപൊളി, എല്ലാം സൂപ്പർ ആട്ടോ. കുക്ക് വെയർ സാധനം എല്ലാം കൂടുതലും മേടിച്ചേക്കും. അപ്പൊ ഇത് അമ്മമാർക്ക് ചേച്ചിമാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ, ഓരോ ഐറ്റംസ്. നല്ല ക്വാളിറ്റി. ലിങ്ക് ഉള്ളതിന്റെ ഒക്കെ ലിങ്ക് കൂടെ താഴെ പർച്ചേസ് ചെയ്തു. ഫ്ലിപ്കാർട്ടിന് മേടിച്ചതിന്റെ മാത്രം കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ പിന്നെ ഫ്ലിപ്കാർട്ടിലുള്ള ബാക്കി ഐറ്റംസിന് ഇതിനൊക്കെ ടാഗ് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ടാഗ് ചെയ്യാം കേട്ടോ. ടാഗ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കയറി പർച്ചേസ് ചെയ്തു. ഞാനിതൊന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ട് ഈ ബോക്സിലോട്ട് തിരിച്ചു വെക്കാൻ വേണ്ടിട്ട് നമ്മള് വെച്ച ചെടി ഇങ്ങനെ കേറി പോകുന്നുണ്ട്. പെട്ടെന്ന് പിടിച്ചു കയറുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇത് ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് സോളാർ വെക്കാൻ വേണ്ടി പോവാണ്. സോളാർ പാനൽസ് ഇവിടെ വന്നു. ഞങ്ങൾ വണ്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഇത്തിരി വൈകിപ്പോയി കേട്ടോ. സാധനം എന്തായാലും ഇറക്കി വെച്ചിട്ടുണ്ട്. 9 പാനലാണ് മൊത്തം. നമ്മളിങ്ങനെ മേളിലൊക്കെ കാണുമ്പോൾ ചെറുതാന്ന് തോന്നുന്നു, പക്ഷെ ഇത് വലുതാണ്. ആ സെയിം സൈസ് തന്നെയാണ്. നമ്മളിപ്പോ അടുത്ത് കാണുമ്പോൾ വലിയ പാനൽ കേട്ടോ. ലൂമിനസിന്റെ ആണ് നമ്മളെടുത്തേക്കുന്നത് കേട്ടോ. ഇൻവേർട്ടറും പാനലും ലൂമിനസ് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നല്ല ബ്രാൻഡാണ്, അതുകൊണ്ടാണ് കേട്ടോ. സർവീസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ടോട്ടൽ 9 പാനലുണ്ട്. അതിനുള്ള കമ്പിയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഈ കമ്പി ഞാൻ കണ്ടത് മറ്റേ കട്ടപ്പനെ ഈ കമ്പി എടുക്കാൻ പോയപ്പോൾ ഈ കമ്പി ആദ്യമായിട്ടാണ്. വലിയൊരു ആഗ്രഹമായിരുന്നു സോളാർ വെക്കുക എന്നുള്ളത്. കാരണം കറണ്ട് ബില്ല് നമുക്ക് നല്ലൊരു എമൗണ്ട്, ഇപ്പൊ ഒരു ആവറേജ് ഒരു 15 രൂപ വരുന്നു. മേളത്തെ വീട്ടുകാരും ഉണ്ടായിരുന്നു, എങ്കിൽ പോലും അവർ 2 പേരേ ഉള്ളായിരുന്നു, ഒരു അമ്മയും മോള് പാവപ്പെട്ടവർ. അപ്പോൾ നമുക്ക് അവർക്ക് ചെറിയ എമൗണ്ടേ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കത്തുള്ളായിരുന്നു. എങ്കിലും കൂടുതൽ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആയിക്കൊണ്ടിരുന്നത് ഒരു 15 രൂപ അടുത്ത്, 14 ആ ഒരു 15 അതിനോട് അടുത്താണ് എപ്പോഴും കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്നത്. അവരുടെ ഒരു 600 രൂപ 700 രൂപ, പക്ഷെ അതിൽ കൂടുതലാവും എങ്കിൽ പോലും അത്രയും നമ്മൾ മേടിക്കത്തുള്ളായിരുന്നു. പിന്നെ അവിടെ ത്രീ ഫേസ്. അപ്പം ഒരു ഫേസിൽ നിന്ന് തന്നെ ഏകദേശം 500-600 യൂണിറ്റോളം വലിക്കുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നൊന്നും ഇനി അറിയത്തില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ ഹെയർത്തിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂ കാരണമാണോന്നും അറിയത്തില്ല. എങ്കിൽ പോലും നമ്മൾ അത്രയും യൂസ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് നമുക്ക് സോളാറിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പം 6000 ആണെങ്കിലും ഒരു 4000 രൂപയ്ക്ക് മുകളിലാണല്ലോ എന്തായാലും സോളാർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള കണ്ടീഷനല്ല, നമുക്ക് ഒത്തിരി ഇലക്ട്രിക് ഉപകരണങ്ങൾ കൂടുകയാണ്. ഇപ്പോൾ AC ആണെങ്കിലും കൂടുന്നുണ്ട്. അതുപോലെ ബാക്കി ഫ്രിഡ്ജ് ഇപ്പോൾ 2 ആവും. ബാക്കി എല്ലാം ഐറ്റംസും കൂടുമല്ലേ, ഡിഷ് വാഷറും. അപ്പോൾ എല്ലാം വരുമ്പോഴത്തേക്കും സോളാർ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണം. കറക്റ്റ് ടൈമിൽ നമ്മൾ എടുത്തു വെക്കുന്നത്. കാരണം
ഫീസിബിലിറ്റി ഇവിടുത്തെ തീരാനായിട്ട് നമ്മൾ നേരത്തെ എല്ലാവരും ശ്രദ്ധിക്കണം. എനിക്കറിയത് ഇവള് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് ഒരു സോളാർ എടുക്കണമെങ്കിൽ നമുക്ക് മസ്റ്റ് ആയിട്ട് ഫീസിബിലിറ്റി വേണം. ഫീസിബിലിറ്റി എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി ആണ്. ആ ഒരു കപ്പാസിറ്റി കൂടുതൽ, അതൊരു 85 ഒക്കെ ആകുമ്പോൾ എല്ലാം മിക്കയിടത്തും ക്ലോസ് ചെയ്യും. കാരണം ഈ ഫ്ലക്ച്വേഷൻ വന്ന് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും ട്രാൻസ്ഫോമർ അടിച്ചു പോകും. കാരണം ഇവിടുത്തെ കറണ്ട് അങ്ങോട്ടും പോയി അങ്ങോട്ടും വന്ന് മൊത്തത്തിൽ ഇതാവുന്നതുകൊണ്ട് ഒരു 85 ആകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആകും. കൂടുതൽ കുറച്ചൊക്കെ അറിയാം, അത്യാവശ്യ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയത്തില്ല. എങ്കിലും നമ്മുടെ ട്രാൻസ്ഫോം ഇപ്പോൾ ക്രോമിനകത്ത് ഫീസിബിലിറ്റി ചെക്ക് എന്ന് കിടപ്പുണ്ട്. ഇപ്പൊ സോളാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഫീസിബിലിറ്റി ചെക്ക് എന്ന് കിടപ്പുണ്ട്. നീ വെയിലാണെങ്കിൽ ഇങ്ങോട്ട് ഫീസിബിലിറ്റി ചെക്ക് എന്ന് കിടപ്പുണ്ട്. അപ്പം അതിനകത്ത് നമ്മുടെ ചെക്ക് KCBയുടെ തന്നെ ഒരു ഇത് വരും. അതിനകത്ത് കയറിയിട്ട് നമ്മുടെ ഇത് എവിടെയാണെന്ന്, ഇപ്പം നമ്മുടെ ഡിസ്ട്രിക്ട് എവിടെയാണെന്ന് ചോദിക്കും. ആ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ സ്റ്റേഷൻ എവിടെയാണ്. ഇപ്പം ഞങ്ങളുടെ വരുമ്പോൾ ഇത് വരുമ്പോൾ പത്തനംതിട്ടയാണ് വരുന്നത്. തിരുവല്ല ഇതാ വരുന്നത്. ചങ്ങനാശ്ശേരി അല്ല വരുന്നത്. ചങ്ങനാശ്ശേരി അടുത്താണെങ്കിലും തിരുവല്ലയാണ് വരുന്നത്, KCB വരുന്നത്. ഓക്കെ, അപ്പം ഇത് വരുമ്പോൾ തിരുവല്ല അടിച്ചു കൊടുക്കുക. തിരുവല്ലയിൽ നമ്മുടെ അടുത്തുള്ള ട്രാൻസ്ഫോമർ, നമ്മുടെ വീടിന് അടുത്തുള്ള ട്രാൻസ്ഫോമറെ നിങ്ങൾ പോയി നോക്കുക. ആ ട്രാൻസ്ഫോമറിൽ നമ്മുടെ ഈ ലൊക്കേഷനിലുള്ള പേര് ഉണ്ടാവും. അപ്പോൾ ആ പേര് നിങ്ങൾ അതിനകത്ത് അടിച്ചു കൊടുക്കുക. അപ്പം ആ ട്രാൻസ്ഫോമറിന് എത്ര ഫീസിബിലിറ്റി കൂടി ഉണ്ടെന്ന് കറക്റ്റ്. ഇപ്പം നമുക്കിനി ഇവിടെ ഉള്ളത് 11 കിലോവാട്ട് കൂടിയാണ്. അപ്പം ഞാൻ ഇത് എടുക്കുമ്പോൾ ശരിക്കും 6 കിലോവാട്ടേ ഉള്ളായിരുന്നു. അതിനെന്ന് വെച്ചാൽ ഒരാൾ എടുത്ത് ഫീസിബിലിറ്റി ഇപ്പോൾ 1000 രൂപയാണ് ഫീസ്. ഫീസിബിലിറ്റിക്ക് അപ്ലൈ 3 കിലോവാട്ട്, 1 കിലോവാട്ട്, 2 കിലോവാട്ട്, 5 കിലോവാട്ട്, ഇങ്ങനെ ഓരോ രീതിയിൽ ഓരോരുത്തർ എടുക്കുക. അപ്പം നമുക്ക് വേണ്ടത് 5 കിലോവാട്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കാൻ പോയപ്പോൾ 6 കിലോവാട്ടേ മിച്ചമുള്ളൂ ഫീസിബിലിറ്റി. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 11 ആയിട്ടുണ്ട്. അതെന്നു വെച്ചാൽ 1-2 ആളുകളുടെ ഫീസിബിലിറ്റി റിന്യൂ ചെയ്യാതെ ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വന്നത്. ഇപ്പോൾ എടുക്കുന്നവർക്കാണെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. കാരണം ട്രാൻസ്ഫോമറിലെ കപ്പാസിറ്റി തീർന്നു പോയി കഴിഞ്ഞാൽ എത്ര രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സോളാർ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പണയം വെച്ചിട്ടാണെങ്കിൽ സോളാർ എടുക്കാം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അതിനൊരു സാഹചര്യം ഉണ്ടായില്ല. ദൈവം സഹായിച്ചല്ലേ നമുക്ക് അതും ഒന്ന് ചെയ്യാനായിട്ട് പറ്റി. ഇതെല്ലാം കടയുടെ കാര്യം. കട അത്ര നന്നായിട്ട് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടോ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകൊണ്ടാണ് നമുക്ക് ഇപ്പൊ അല്ലല്ലോ ഇത് പോകാൻ പറ്റുന്നത്. കാരണം യൂട്യൂബ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, റവന്യൂ വരാൻ പോലും തുടങ്ങിയിട്ടില്ല. അതായത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറയാം അല്ലേ, നമ്മള് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇത് 5 കിലോവാട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതായത് ഒരു ദിവസം അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് കറണ്ട് 0 പോകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോഴും മീറ്റർ ചാർജ് വരും. എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് കംപ്ലീറ്റ് 0 ആകുന്ന. അങ്ങനെയല്ല, മീറ്റർ ചാർജ് ഉണ്ടാവും. 200-250 രൂപയൊക്കെ വരും. അതായിരിക്കും കറണ്ട് ചാർജ് വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അറിയത്തില്ല. നമുക്ക് ആദ്യത്തെ കറണ്ട് ബില്ല് വരുമ്പോൾ നിങ്ങളിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ എന്തായാലും കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവരോടൊക്കെ നമ്മൾ എന്തായാലും പറയുന്നുണ്ട്, സോളാർ എടുക്കാൻ പറ്റുന്നവർ പെട്ടെന്ന് തന്നെ എടുക്കുക എന്ന്. കാരണം ഇനി ഫീസിബിലിറ്റി പെട്ടെന്ന് തീരും. പിന്നെ തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. സോളാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഫീസിബിലിറ്റി മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ പേരിൽ അടുത്ത വർഷം എടുക്കാം, കുറെ നാളോട് എടുക്കാന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല. 78,000 രൂപ സബ്സിഡി കിട്ടുവേ. 1-1.5 മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് അത്യാവശ്യം. എനിക്ക് അറിയാമല്ലോ, 5 കിലോവാട്ട് ചെയ്യുന്ന എല്ലായിടത്തും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത്തിരി എമൗണ്ട് കൂടുതലാണെങ്കിലും നമ്മൾ ആഫ്റ്റർ സർവീസ് ആണ് നോക്കിയേക്കുന്നത്. സർവീസ് മസ്റ്റാണ്. കാരണം നമ്മൾ ചെറിയ പൈസയിലോട്ട് ഇപ്പം കുറച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേരെയൊക്കെ നമ്മൾ കൊട്ടേഷൻ ഇട്ടു. ഒരു 7-8 പേരോളം കൊട്ടേഷൻ ഇട്ടിട്ട് നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളിൽ നിന്നാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. കാരണം ആഫ്റ്റർ സർവീസും, കാരണം ഇപ്പം നമ്മൾ വിളിച്ചാൽ കറക്റ്റ് അറ്റൻഡ് ചെയ്യണം. അങ്ങനത്തെ സിറ്റുവേഷൻസ് മനസ്സിലായോ. ഇപ്പൊ ഇവരെല്ലാം ഞാൻ വിളിക്കും. ഇവരെല്ലാം വിളിക്കുമ്പോൾ ഇതിനകത്ത് എടുക്കാത്തവരും ബിസി ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ചെറിയ എമൗണ്ടുകൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരൊരിക്കലും നമ്മൾ പിന്നെ ഒരു കംപ്ലൈൻറ്റ് വന്ന് അവരെ വിളിച്ചാൽ കിട്ടാനായിട്ട് ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് അവരെ ഒന്ന് നമ്മൾ അവോയ്ഡ് ചെയ്തു. ഒരു 10,000-10,000 രൂപ കൂടുതൽ പറഞ്ഞ ആൾക്ക് തന്നെയാണ് നമ്മൾ വർക്ക് കൊടുത്തത്. പക്ഷെ അവർ പക്ക ഡീസൻ്റ് ആയിരുന്നു, എല്ലാം കറക്റ്റ് ആയിരുന്നു അല്ലേ. അതുകൊണ്ട് അവർക്കാണ് വർക്ക് കൊടുത്തേക്കുന്നത്. എല്ലാം ഇറക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് ഇത് കംപ്ലീറ്റ് ആക്കും. അതെ, വാ ഇവിടെ ഇതൊക്കെ സിമെന്റ് തട്ടടിക്കുക അല്ലേ. അതെ അതെ, തട്ടടിക്കുന്ന കാണാവേ. ഭായിമാര് ഫുഡ് കഴിച്ചിട്ട് കിടക്കുക, റെസ്റ്റ് എടുക്കുക. കാല് നോക്കണേ. ഹിന്ദിപ്പാട്ടൊക്കെ എടാ, നീ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആണിയുണ്ടോ നോക്കണേ. തട്ടടിക്കാനുള്ള എല്ലാം ഇറക്കി കേട്ടോ. നമ്മള് ചെടി വെച്ചെല്ലാം അതിന്റെ ഇടയ്ക്കുണ്ട് കേട്ടോ. നമ്മള് ചെടിയെല്ലാം പോയി. വാവ്, തട്ടടിച്ചോണ്ടിരിക്കുക. നാളെയാണ് കേട്ടോ വാർക്ക.
നമ്മുടെ സ്പേസ് പോയിട്ടൊന്നും ഇല്ല. പക്ഷെ ഇവിടെ ആ ഒരു കുറച്ച് ഇതല്ലേ ഉള്ളൂ. ഒരു 90 സ്ക്വയർ ഫീറ്റ് കൂടെ വീടിന് വലിപ്പം കൂടി. അത് നമ്മൾ ആ ഈ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ പോലെ തന്നെയാ അവിടെ സെറ്റ് ആക്കുന്നത് കേട്ടോ. അതെ, അത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോ മനസ്സിലാവും. പിന്നെ ഇവിടെ ഓൾറെഡി ഇവിടെ 3 ജനലുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ജനൽ തുറക്കാൻ പറ്റും, അതിന്റെ നടുക്കത്തെ ജനൽ തുറക്കാൻ പറ്റില്ല, അങ്ങേ അറ്റത്തെ ഒരു ജനൽ തുറക്കാൻ പറ്റും. 2 ജനലാണ് തുറക്കാൻ വരുന്ന ഏരിയ ആണ്. അവിടുത്തെ ഡോർ തുറക്കേണ്ട ആവശ്യം വരത്തില്ല. അല്ല, അവിടെ കറക്റ്റ് ആയിട്ട് ആമി എന്ത് ചെയ്യുന്നുള്ള അടുക്കള കാണാം. ഞാൻ ആദ്യം വിചാരിച്ചത് അസത്യയുടെ തരും, ഇവന്മാര് എന്ത് ചെയ്യുന്നുള്ള കറക്റ്റ് കാണുമല്ലോ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ വെയിലുണ്ടാവത്തില്ല ഫ്രണ്ട്. പിന്നെ വെയിലില്ല. ഹിന്ദി പാട്ടായിരിക്കും അകത്ത്. कितना हाइट है അങ്ങനെ സോളാർ വെച്ച് കഴിഞ്ഞ കേട്ടോ. 9 പാനൽസ് ആയിരുന്നു മൊത്തമേ. ഹലോ. അവിടെയാണ് ആദ്യം വെക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുൾ ഇങ്ങനെ തണലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ വെക്കണ്ട, ഇതിപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ കാണാം, പക്ഷേ കുഴപ്പമില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ പർപ്പസ് കറണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ, കറണ്ട് ബില്ല് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ. അത് ഞാൻ പറഞ്ഞു ഈ ഫ്രണ്ട് സൈഡിലോട്ട് വെച്ചോളാം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സോളാറിന് ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഉണ്ട് ആ മേളിലൊരു ഇത് അതിലാണ് നമ്മുടെ എന്താ ലൈറ്റിനിങ്ങിൻ്റെ ഇത് വരുന്നത്, ലൈറ്റിനിങ് അറസ്റ്റർ വരുന്നത്. അതിനി കൊടുക്കണം, അതേന്ന് കൊടുക്കണം. അത് പണിയുണ്ട്. ഇൻവേർട്ടറും വെക്കാനായിട്ടുണ്ട്. ഇൻവേർട്ടർ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ അത് വെക്കത്തുള്ളൂ. ഓക്കേ. നിങ്ങൾ കണ്ടത് സോളാർ വെക്കുന്നോടം വരെ ഉള്ളതാണ്. സോളാർ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് വെച്ചു. ഇപ്പം ഞാൻ അവിടെ ഇവിടെ പോയിട്ട് വന്നതാണ് കേട്ടോ. നല്ല സമയം എടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും അതായത് മറ്റേ എന്തായിരുന്നു ലൈറ്റിനിങ് ഇത് അതിൻ്റെ ഇതും അതും വെച്ചു. അതിനുള്ള എർത്തിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ, വയറിങ് എല്ലാം ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇൻവേർട്ടർ ആണ് വെക്കാനുള്ളത്. അത് ഷോർട്ടേജ് ആണ് കേട്ടോ. അപ്പോൾ അത് ഉടനെ വരും. അപ്പം അത് വരുമ്പോൾ അതുകൂടെ വെച്ചാൽ
സോളാറിന്റെ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആയി, വാർത്തിട്ടേക്കുവാണ്. അതുകൊണ്ട് ബാക്കി പണിയൊന്നും ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് ചെയ്തില്ല. വാരൊക്കെ ഒന്ന് ഉറക്കണമല്ലോ. ഇപ്പം നാളെ തുടങ്ങും, സൺഡേ ബാക്കി പണി തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഏകദേശം അത്യാവശ്യ കാര്യങ്ങളെല്ലാം സോളാർ മെയിൻ ഡ്രീം ആയിരുന്നു. പുതിയ വീട് എന്ന് വെക്കാൻ പറ്റുന്നു ആദ്യം സോളാർ ചെയ്യണം എന്നുള്ളത്. അതിപ്പോ ആദ്യം തൊട്ടുള്ള നമുക്ക് വീടെന്നുള്ള സ്വപ്നം കാണുന്നൊക്കെ വെച്ചാൽ വീട് മേടിച്ചാലോ വെച്ചാലോ നമുക്ക് സോളാർ മസ്റ്റായിട്ട് വെക്കണം. ഇനിയിപ്പം ഒത്തിരി കാലോടെ ഒന്നും ഇല്ല, മറ്റേ ഇതിന്റെ സബ്സിഡി ആണെങ്കിലും 78 സബ്സിഡി നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അത് ഇനിയിപ്പോ പുതിയ പദ്ധതി വരുമായിരിക്കും, എങ്കിൽ പോലും ഇപ്പൊ നിലവിൽ ഇല്ല. അപ്പം ചങ്ങനാശ്ശേരിയൊക്കെ വെക്കാനായിട്ട് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. കാരണം നല്ല രീതിയിലെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. നിങ്ങൾ ഹാപ്പി ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ, അതുപോലെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സബലമാകുമെന്ന്. അപ്പം അങ്ങനെ മാറ്റി വെച്ച് ഓരോരോ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇനി ഞാനിപ്പോ പഴയ 28 വയസ്സായിരുന്നുള്ളൂ, ഇപ്പോഴും കൊച്ചു ഇതിലോട്ട് ഓരോ സാധനം എനിക്ക് മേടിക്കുമ്പോഴും അതുപോലെ അത് കാണുമ്പോഴും ഭയങ്കര സന്തോഷം. അതാണ് വീഡിയോ. ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ എപ്പോ വീട്ടിലോട്ട് കയറും, ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹത്തിന് അതായി തീരണം, എന്നിട്ടേ ഞങ്ങൾ കയറുള്ളൂ എന്ന് ഞങ്ങൾ അങ്ങനെ മനസ്സിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ്. ഇൻ കേസ് ഇവിടെ നിന്ന് ഒരു വാടക വീട്ടിലോട്ട് മാറേണ്ട സാഹചര്യം വന്നാൽ പോലും അത് ഞങ്ങൾ മാറാൻ തയ്യാറാവും അല്ലേ. കാരണം അത് കംപ്ലീറ്റ് നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ഫിനിഷ് ആക്കണം. ഞങ്ങളുടേതായിട്ടുള്ള ആഗ്രഹത്തിൽ അത് ചെയ്യണം. നമുക്കൊന്നല്ലേ ലൈഫ് ഉള്ളൂ, അപ്പോൾ അത് നമ്മുടെ ആഗ്രഹം എന്തായാലും നമുക്കത് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കമന്റ് വന്നിട്ട് കണ്ടായിരുന്നു ഞാൻ, അടുക്കളയുടെ കാര്യത്തിൽ ഒരു ഇത് തോന്നിയായിരുന്നു, കുറെ പേർക്ക് തോന്നിയായിരുന്നു. പക്ഷെ നമുക്ക് വിഷമാവുന്നുള്ളത് ആരും പറയാതിരുന്നു. അപ്പൊ അത് ഞങ്ങൾ വീട് കണ്ടപ്പോൾ തുടക്കം കണ്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നിയ സെയിം കാര്യങ്ങൾ ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഞങ്ങൾ തുടക്കം കണ്ടപ്പോഴേ ഞങ്ങൾക്ക് അടുക്കള അങ്ങോട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അപ്പം അടുക്കള എനിക്ക് നമ്മുടെ റൂമിന്റെ വലിപ്പം തന്നെയാണ് അടുക്കള, റൂമിനേക്കാളും വലുപ്പമൊന്നുമില്ല. റൂമിന്റെ വലിപ്പം വരത്തുള്ളൂ. അത് കബോർഡ്സ് എല്ലാം അവിടെ വരുമ്പോൾ റൂമിന്റെ ഒക്കെ വലിപ്പം. പിന്നെ ആ വാസ്തു നോക്കിയപ്പോ ഒന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം ചെയ്തേക്കുന്നത്. എല്ലാം കറക്റ്റ് ആണ്. അപ്പോൾ വർക്ക് ഏരിയ സെപ്പറേറ്റ് പിടിച്ചത് ഇപ്പൊ ഇറച്ചി, മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് സ്പേസ് സ്ഥലം വേറെ ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പുറത്തും ചെയ്യണം. അതേപോലെ കുഞ്ഞ് ഫ്രിഡ്ജ് അവിടെ വെച്ച് ഇപ്പൊ എന്റെ ആണെങ്കിലും ഞാൻ ജിമ്മിൽ പോകുമ്പോൾ ഇപ്പൊ ഒരു ദിവസം 2 കിലോ അടുത്തൊക്കെ ചിക്കൻ തിന്നേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. ഇപ്പൊ അത്ര ഇല്ല, എന്നാലും എന്റെ ഡയറ്റിൽ ഇപ്പൊ രാവിലെ ഒരു 500 ഗ്രാമാണ്, വൈകിട്ട് 500 ഗ്രാം, 1 കിലോ എങ്ങനെ പോയാലും. അപ്പൊ ഇതൊക്കെ എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇതിനകത്തൊന്നും പറ്റുന്നില്ല. അപ്പൊ അവിടെ ആണെങ്കിലും ഇറച്ചി മീനും ഒക്കെ പുറത്ത് ചിറ്റാമയ്ക്കും ബുദ്ധിമുട്ടാ. അതെങ്ങനെ നമുക്ക് പുറത്ത് ഇങ്ങനെ കുറച്ച് ഹൈജീനിക് ആണ്. അപ്പൊ അങ്ങനെ എല്ലാം ഒന്ന് ഓർഡറിലാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പുറത്തൊരു വർക്ക് ഏരിയയും എല്ലാവർക്കും നല്ല ഈസി ആയിരിക്കണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ നല്ല വെച്ച കയ്യെത്തുന്ന എല്ലാം ഉണ്ടാവണം. അതുപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് എല്ലാം പോണെങ്കിൽ ആ രീതിക്ക് തന്നെ കയറണമല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതേപടി കയറി കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ. നമുക്ക് പിന്നീട് ഒരു പൊളിച്ചു പണിയും ഒന്നും നടക്കത്തുമില്ല. കാരണം പിന്നെ പൊടിയാവും, മിഷ്യൂ ആവും, നമുക്ക് ഡെയിലി കുക്ക് ചെയ്യണം, അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമ്പം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഇപ്പൊ ചെയ്യുന്നതാണ്. ഓരോരോ കാര്യങ്ങൾ പയ്യെ പൂർത്തീകരിച്ച് വരട്ടെ. എപ്പ കയറാൻ പറ്റുന്നു അന്ന് ദൈവം എന്ന് തീരുമാനിക്കും. ഇത്രയൊക്കെ ദൈവം കൊണ്ട് തന്നു. ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചൊരു ദിവസമാണ്. അങ്ങനെയല്ല, നമ്മൾ തീരുമാനിച്ചെങ്കിൽ ഇപ്പം അച്ഛന് ബർത്ത്ഡേ കയറാം, അല്ലെങ്കിൽ ഓണച്ചിങ്ങത്തിന് കയറാം, അല്ലെങ്കിൽ ക്രിസ്മസിന് നമുക്ക് കയറാന്ന് പറഞ്ഞ് വെച്ച സമയത്ത് നമ്മൾ അതുപോലെ കിടന്ന് ഓടേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ ഞങ്ങളുടെ വീടിൻ്റെത് എഴുത്തിന്റെ സമയമാണെങ്കിൽ നമ്മൾ തീരുമാനിച്ച സമയത്തല്ല, നമുക്ക് ആ വീട് ഇഷ്ടപ്പെട്ട് ഒരു മണിക്കൂർ എടുത്തിട്ടില്ല. അങ്ങനെ വീട് ഇഷ്ടപ്പെടാൻ വേണ്ടി ഇത് കണ്ടെത്തി. ഇതൊക്കെ ദൈവം കണ്ടെത്തി വെച്ച സമയത്തിനനുസരിച്ച് പോയി. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട് പോട്ടെ ഞങ്ങൾ ഉണ്ട് വിശ്വസിക്കുന്നതാണ്. ഞങ്ങളുടെ കല്യാണം കാര്യമാണെങ്കിലും പോലും അങ്ങനെയല്ല, ലൈഫിൽ നടന്നില്ല. ഞങ്ങളുടെ കട പോലും ഇങ്ങനെ തന്നെ സെയിം. അത് പാസ് ചെയ്ത് പോയ ഒരുപാട് കടകൾ ഞങ്ങൾ ഭയങ്കര റേറ്റ് ആയിരുന്നു, ഭയങ്കര റെന്റിലായിരുന്നു. ഒരു കട പോലും കിട്ടാൻ വേണ്ടിയില്ലായിരുന്നു. ചേട്ടായാണ് നിർത്തടോ ഇവിടെ ഒരു കടയുടെ ഇത് റെന്റിലിട്ടെന്ന് പറഞ്ഞ് ചേട്ടായാണ് കട ഫസ്റ്റ് കാണുന്നത്. ഞങ്ങൾ നമ്പർ എടുത്ത് വിളിച്ചങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ആമീസ് വേൾഡ് വന്നത്. എല്ലാം ഒരു കോയിൻസിഡൻസ്, ദൈവത്തിന്റെ അനുഗ്രഹം. ഓരോന്നും അങ്ങനെയാണ്. അപ്പം നമുക്ക് ടൈം ആവട്ടെ, പെട്ടെന്ന് പണികളൊക്കെ തീരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പയ്യെ ഉണ്ടാകുന്ന ഒന്നും കയ്യിൽ വെച്ചിട്ടല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയെല്ലാം നടന്നു പോകുന്നു. നമുക്കും സന്തോഷമുണ്ട് ഓരോ പ്രോഗ്രസ് കാണുമ്പോഴത്തേക്കും. ഓരോന്നും ഇങ്ങനെ ഫീൽ ചെയ്ത്, അതായത് നമ്മൾ വീട് വെക്കുന്ന ഒരു ഫീലാണ് ഇപ്പൊ. ശരിക്കും പറഞ്ഞാൽ രാവിലെ പോയതാണ് ഞാൻ, ഇപ്പോഴും നിൽക്കുന്ന ആ വേഷത്തിൽ തന്നെയാണ്.
രാവിലെ പോയി അവിടെ നിന്നു. പണിക്കാരുണ്ടായിരുന്നു, അവര് വൈകിട്ടായി, രാത്രി ഒരു 8:30 അവരുടെ പണി കഴിയുമ്പോഴത്തേക്കും. അപ്പൊ നമ്മള് കടയിലായിരുന്നു, ഉണ്ടായിരുന്നു. അതെ. അപ്പൊ എല്ലാം നല്ല ഭംഗിക്ക് പോകുന്നു. ഇനി വീഡിയോ ഇടുമ്പോൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണിക്കാം. അതേപോലെ വീടിന്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ കാണിക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല പ്രോഡക്ട്സ് അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കണം, എന്റെ സജഷൻ നമ്മൾ വീടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമ്മുടെ സജഷൻസ് തന്നെ എല്ലാവർക്കും ഉണ്ടായി ചെയ്യണം, പക്ഷെ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നല്ല മേടിക്കണം, യൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ളതും കൂടെ പറഞ്ഞേക്കണം. അതെ അതെ. എനിക്ക് ഒരു ചേച്ചി ഓപ്പൺ കിച്ചണിന്റെ കുറിച്ച് ചില ആൾക്കാർക്ക് ഓപ്പൺ കിച്ചൺ ഇഷ്ടമില്ല, അപ്പൊ അവിടെ സ്മെല്ല് വരും. അങ്ങനെ ഇപ്പൊ നമുക്ക് ആ ഒരു ഹോബും ഇതിന്റെയൊക്കെ ഹുഡ് ആൻഡ് ഹോബ് ഒക്കെ വരുന്നതുണ്ട്. കറക്റ്റ് യൂസേജ് ആണെങ്കിൽ പുറത്തോട്ട് സ്മെല്ല് വരത്തില്ല. ഇല്ല, ഇതിപ്പോ അവള് ശീലിച്ചോണ്ടാണ് ശരിക്കും. ഞങ്ങൾ ആ ഗ്ലാസ് ഡോർ അടയ്ക്കാറില്ല കേട്ടോ. ഇല്ല, അത് ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് ഉണ്ട്, അതുകൊണ്ട് ഒന്നും വരത്തില്ല. അപ്പൊ ഇത് ഓപ്പൺ കിച്ചൺ ആണ്. ഗ്ലാസ് ഡോർ വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഉപയോഗിക്കണുണ്ടല്ലോ. അപ്പൊ അവര് യൂസ്ഡ് ആയി. അപ്പം അല്ലാതെ ഇപ്പം പുതിയ മോഡുലാർ കിച്ചണില് ഓപ്പൺ കിച്ചൺ വരുന്ന ഒരു ചേച്ചി, ആ ചേച്ചിയുടെ വീടിന്റെ ഫുള്ള് വീഡിയോ ഒക്കെ ആയിട്ട് എന്നാ രസം അറിയാം. അപ്പൊ ചേച്ചി അയച്ചു വന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞ്, മോനെ ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്നു, ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് ഹുഡ് ആൻഡ് ഹോബ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി, ഒരു വിഷയമില്ല. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അവരുടെ വീടൊക്കെ അയച്ച് റെഫറൻസ് ആയിട്ട് നമുക്ക് അയച്ചു തരും, ഇങ്ങനെ പണിതാ ഇങ്ങനെ നല്ലതായിരിക്കും, ഇങ്ങനെ പണിതാ നല്ലതായിരിക്കും എന്ന്. പിന്നെ വർക്ക് ഏരിയയുടെ 2 സ്റ്റെപ്പ് താഴെ നിന്നല്ല മേളിൽ നിന്ന് ആക്കാം, ഒറ്റ ലെവലിൽ ആക്കാമെന്ന് ചോദിച്ചായിരുന്നു. ഇറങ്ങാം, അങ്ങനെ നമുക്ക് പോസിബിൾ അല്ല. കാരണം അപ്പം നമുക്ക് ഹൈറ്റ് കൂടിപ്പോവും വർക്ക് ഏരിയയുടെ. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ്ലി ഒത്തിരി കൂടിപ്പോകും. നമുക്കിപ്പോൾ താങ്ങാവുന്ന ഒരു എമൗണ്ടിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പം ഇപ്പൊ 2 സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങുന്ന ഒരു ഇതേ ഉള്ളൂ. ഇച്ചിരി കലോറിയൊക്കെ എല്ലാവരും വേണമെന്ന്. അല്ല, എപ്പോഴും അങ്ങോട്ട് വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങേണ്ട ആവശ്യം വരത്തില്ല. കാരണം കിച്ചണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കിച്ചണിൽ ചെയ്യുക, അല്ലാതെ ബാക്കി ഐറ്റംസ് ഒക്കെ അവിടെ ചെയ്യേണ്ട കുറച്ച് അങ്ങനത്തെ ഇല്ല അല്ലേ. അപ്പൊ അങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളായിട്ട് കാണാം. വർക്ക് ഏരിയ നമ്മള് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കത് എല്ലാം ഓരോ തീമിലോട്ട് ആക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അന്ന് പൈസയൊക്കെ വെക്കുവാണെങ്കിൽ എല്ലാം ഒരേ സെറ്റപ്പില്. ഇല്ല, അതല്ല, ഇത് മാറ്റാൻ പറ്റുവാണെങ്കിൽ നോക്കാം, നമുക്ക് പറ്റുവാണെങ്കിൽ കേട്ടോ. ഇങ്ങനെയാണ് എല്ലാം പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ലവ് യു ഓൾ.